നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രാർത്ഥനകൾക്കും പൂജകൾക്കും വളരെ പ്രാധാന്യത്തോടെ ഉപയോഗിക്കുന്ന ഒന്നാണ് പുഷ്പങ്ങൾ. പ്രകൃതിയുടെ ഏറ്റവും മികച്ച സമ്പത്താണ് പൂക്കൾ. അതിനാൽ തന്നെ മറ്റെന്തിനേക്കാളും ഈശ്വര ആരാധനയ്ക്ക് പൂവുകൾക്ക് വളരെ പ്രഥമ സ്ഥാനം തന്നെ നൽകുന്നുണ്ട്. പൂജാകർമ്മങ്ങൾ പുഷ്പാർച്ചന കൂടാതെ പൂർത്തിയാകില്ല. ഓരോ ദേവതകൾക്കും ഓരോ തരം പൂക്കളാലുള്ള ആരാധനകളാണ് മുൻഗണനയിലുള്ളത്. ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ പരമശിവന് കൂവളത്തിലെയാണ് പ്രധാനം, മഹാവിഷ്ണുവിന് തുളസിയിലെയാണ് വേണ്ടത്, ദേവിക്ക് ചെമ്പരത്തിപ്പൂവ്. ഈ രീതിയിലാണ് ആരാധനയ്ക്ക് എടുക്കുന്ന പൂക്കളിൽ മുൻഗണന വരുന്നത്. അതേസമയം ചില പുഷ്പങ്ങൾ ചില ദേവതകൾക്ക് ആരാധനയ്ക്കായിട്ട് എടുക്കാറില്ല. ഉദാഹരണമായി കൈതപ്പൂവ് പരമശിവന് ഉപയോഗിക്കാറില്ല. ഇങ്ങനെ ഓരോ ദേവതകൾക്കും അനുസരിച്ചുള്ള പുഷ്പങ്ങളാൽ ആരാധന നടത്തുമ്പോൾ ആഗ്രഹ സാഫല്യവും ദോഷമുക്തിയും ഒക്കെ പ്രധാനമാകുന്നു. മന്ത്രോച്ചാരണത്തോടൊപ്പം ദേവതകൾക്ക് അതാത് പുഷ്പങ്ങളാൽ അർച്ചന നടത്തിയാൽ ശക്തമായ സ്വാധീനം ചെലുത്തുകയും ക്ഷിപ്രഫലസിദ്ധി ഉണ്ടാവുകയും ചെയ്യുന്നു. തന്ത്രവിധിപ്രകാരവും ജ്യോതിഷപരമായും പുരാണങ്ങളിലും ഒക്കെ ആരാധനാക്രമങ്ങളിൽ പുഷ്പങ്ങൾക്കുള്ള പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട്. അതേസമയം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുഷ്പങ്ങൾ തെറ്റായി ഇറുത്തെടുത്ത് ആരാധനയ്ക്ക് സമർപ്പിക്കുകയോ അല്ലെങ്കിൽ പുഷ്പങ്ങൾ തെറ്റായി അർപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ ഗുണഫലത്തേക്കാൾ കൂടുതൽ ദോഷകരമായ ഫലങ്ങളാവും നൽകുക. പൂ പറിക്കുന്നത് മുതൽ അത് പൂജയിൽ ഉപയോഗിക്കുന്നതിന് വരെ ചില കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇത് കൃത്യമായിട്ട് പാലിച്ച് എങ്ങനെ പുഷ്പങ്ങൾ ആരാധനയ്ക്ക് എടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആരാധനയ്ക്കായിട്ട് ഒരിക്കലും നിലത്ത് വീണ ചില പൂക്കൾ ഉപയോഗിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് അധികം പൊക്കമില്ലാത്ത പൂച്ചെടികളിൽ നിന്നും ഒട്ടുമിക്ക പൂക്കളും താഴെ വീഴാതെ വേണം എടുക്കാനായിട്ട്. വലിയ ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറിക്കുന്ന സമയത്ത് നിലത്തേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള പൂവുകളല്ല പറയുന്നത്. ചെറിയ ചെടിയിലുള്ള പൂക്കൾ, അതായിട്ട് തന്നെ നിലത്തേക്ക് കൊഴിഞ്ഞു വീണിരിക്കുന്ന പൂക്കൾ ഒരു കാരണവശാലും നിങ്ങൾ ആരാധനയ്ക്കോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ വെക്കാനായിട്ടോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഇനി അടുത്ത കാര്യം, പൂജയിൽ മുകുളങ്ങൾ സമർപ്പിക്കാൻ പാടില്ല. പൂർണ്ണമായിട്ട് വിരിഞ്ഞ പൂക്കളാണ് ദേവതകൾക്ക് ഏറെ സ്വീകാര്യം. അതേസമയം ചെമ്പകമൊട്ടും താമരമൊട്ടുകളും പൂജയ്ക്ക് എടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സന്ധ്യയ്ക്ക് പൂക്കൾ പറിക്കാൻ പാടുള്ളതല്ല. സസ്യങ്ങൾ വിശ്രമിക്കുന്ന സമയമാണ് സായാഹ്നം. ഈ സമയത്ത് പറിക്കുന്ന പൂക്കൾ പ്രത്യേകിച്ച് പൂജാരാധനയ്ക്കായിട്ട് ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാനായിട്ട് പുഷ്പങ്ങൾ രാവിലെ നമുക്ക് പറിക്കാൻ സാധിക്കില്ലല്ലോ, അപ്പോൾ തലേ ദിവസം രാത്രിയിൽ പറിച്ചു വെക്കാമോ എന്നുള്ളത്. ഒരു കാരണവശാലും സന്ധ്യയ്ക്ക് ശേഷം, വൈകുന്നേരത്തിന് ശേഷം നിങ്ങൾ പൂവുകൾ പറിക്കാനായിട്ട് പാടുള്ളതല്ല. സൂര്യാസ്തമയത്തിന് ശേഷം അന്തരീക്ഷത്തിൽ നിഷേധാത്മക ഊർജം ശക്തി പ്രാപിക്കുന്നതും ഇതിനൊരു കാരണം തന്നെയാണ്. അവയുടെ പ്രകമ്പനങ്ങൾ അന്തരീക്ഷത്തെ അസ്വസ്ഥരാക്കും. രജസ്സും തമസും അന്തരീക്ഷത്തെ വലയം ചെയ്യും. അതിനാൽ ഈ സമയത്ത് പൂക്കൾ ഒരു കാരണവശാലും പറിക്കാനായിട്ട് പാടുള്ളതല്ല. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഉണങ്ങിയതോ അളിഞ്ഞതോ പുഴു തിന്നതോ ആയ പൂക്കൾ ആരാധനയ്ക്ക് കർശനമായിട്ടും ഒഴിവാക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ആരാധനയ്ക്കുള്ള പുഷ്പങ്ങൾ ഇടതു കൈകൊണ്ട് ഇറുത്തെടുക്കുകയോ അർപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല. നമ്മൾ എപ്പോഴും പുഷ്പങ്ങൾ പറിക്കുന്ന സമയത്ത് വലത് കൈകൊണ്ട് മാത്രമേ പറിക്കാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ അർപ്പിക്കുന്ന സമയത്തും വലത് കൈകൊണ്ട് തന്നെ അർപ്പിക്കണം. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും പുഷ്പങ്ങൾ ഭഗവാനെ അർപ്പിക്കുന്ന സമയത്ത് വലത് കൈയാണ് ഉപയോഗിക്കുന്നത്. എന്നാലും പൂക്കൾ പറിക്കുന്ന സമയത്ത് ചിലരെങ്കിലും സൗകര്യാർത്ഥം ഇടത് കൈകൊണ്ട് പറിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഒരു കാര്യം, വൃത്തിഹീനമായ ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പൂക്കൾ, ദളങ്ങൾ കുറഞ്ഞ പൂക്കൾ, സുഗന്ധമില്ലാത്ത പൂക്കൾ, ദുർഗന്ധം വമിക്കുന്ന പൂക്കൾ എന്നിവ പൂജയ്ക്ക് ഉപയോഗിക്കാൻ പാടുള്ളതല്ല.
അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ ചെടി വളർത്തുന്നുണ്ട്, അതിൽ നിന്നാണ് ഭഗവാന് പൂക്കൾ പറിച്ച് അർപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ചെടികളുടെ കീഴെയായിട്ട് മാലിന്യങ്ങളൊന്നും തന്നെ നിക്ഷേപിക്കാനോ അതുപോലെ തന്നെ വേസ്റ്റ് വെള്ളങ്ങളൊന്നും മറിക്കാനോ ഒന്നും പാടുള്ളതല്ല. ഇനി പൂജയ്ക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് പൂക്കളിൽ സ്വാഭാവികമായിട്ടും ചില പൊടിപടലങ്ങൾ നിറഞ്ഞതായിരിക്കാം. എങ്കിലും അവ കഴുകിയെടുക്കുന്നതിലും നല്ലത് അവയിൽ അല്പം വെള്ളം തളിച്ച് ശുദ്ധിയാക്കുന്നതാണ്. ഒരിക്കലും പൂക്കൾ പറിച്ചു വെച്ച് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാൻ പാടില്ല. കാരണം പല പൂക്കളും 2 ദിവസത്തിനുള്ളിൽ തന്നെ ഉണങ്ങുകയോ അഴുകുകയോ ചെയ്യും. അതുപോലെ ഒരിക്കൽ അർപ്പിച്ച പൂക്കൾ വീണ്ടും ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. പൂക്കൾ പറിച്ച് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജും നല്ല രീതിയിൽ വൃത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നോൺ വെജ് പോലുള്ള ഭക്ഷണ പദാർത്ഥത്തിൻ്റെ അടുത്ത് പൂക്കൾ വെച്ച് അത് പിറ്റേ ദിവസം എടുത്ത് ഭഗവാനെ അർപ്പിക്കുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല. ഇനി കൂവളത്തിലയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കൂവളത്തില 3 ദിവസത്തോളം കരുതി വെച്ച് പൂജയ്ക്ക് ഉപയോഗിക്കാൻ കഴിയും. ഈ കാലഘട്ടത്തിനപ്പുറം ഇവ വാടിപ്പോകും. ശിവപൂജയ്ക്ക് കൂവളത്തില ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കൽ ഉപയോഗിച്ച കൂവളത്തിലകൾ വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ താമരമൊട്ട് 5 ദിവസം വരെ ശരിയായി സൂക്ഷിച്ചാൽ പുതുമ നഷ്ടപ്പെടാതിരിക്കും. അതുകൊണ്ട് തന്നെ 5 ദിവസങ്ങളോളം കരുതി വെച്ച് താമരമൊട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ കുളിച്ച് ശുദ്ധിയായിട്ട് വേണം പൂക്കൾ പറിച്ചെടുക്കാൻ. അല്ലാതെ പൂജയ്ക്കായിട്ട് പൂക്കൾ പറിക്കാൻ പാടുള്ളതല്ല. പൂജയ്ക്കായിട്ടുള്ള പൂക്കൾ പറിക്കുന്ന സമയത്ത് എപ്പോഴും പാദരക്ഷകൾ അഴിച്ചു വെച്ചുകൊണ്ട് പറിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും പൂക്കൾ പറിക്കുന്ന സമയത്ത് ചെടിയെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിയിൽ വേണം പൂക്കൾ പറിച്ചെടുക്കാനായിട്ട്. കൊമ്പ് വലിച്ചൊടിക്കുകയോ അതുപോലെ തന്നെ ഇലകളും അതിൻ്റെ കൊമ്പുകളൊക്കെ മുറിച്ചിടുകയോ ഒന്നും തന്നെ ചെയ്യാൻ പാടുള്ളതല്ല. ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, ഈ ബ്രഹ്മമുഹൂർത്ത വിളക്കൊക്കെ തെളിയിക്കുന്ന സമയത്ത് എപ്പോഴും പൂക്കൾ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള പൂക്കൾ വയ്ക്കാമോ എന്നുള്ളത്. നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂക്കൾ വച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആർട്ടിഫിഷ്യലായിട്ടുള്ള പൂക്കൾ വയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നിങ്ങൾക്ക് അത് മനസ്സിന് സന്തോഷം നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വച്ചോളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. എന്നിരുന്നാലും ആർട്ടിഫിഷ്യൽ പൂവുകൾ കൊണ്ട് ഒരുപാട് അലങ്കരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എപ്പോഴും നമ്മൾ പൂവായാലും ഇലയായാലും ഭഗവാന് സമർപ്പിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അല്പം വെള്ളം അതിൻ്റെ പുറത്ത് തളിച്ചതിന് ശേഷം വേണം ഭഗവാന് സമർപ്പിക്കാനായിട്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് പൂവും കുങ്കുമവും ഒക്കെ കിട്ടും. പൂജിച്ച് കിട്ടുന്ന പൂവുകൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലുള്ള വിഗ്രഹത്തിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ഫോട്ടോയിലോ ചാർത്താനായിട്ട് പാടുള്ളതല്ല. ആമ്പൽ പൂക്കളും കടലാസ് പൂക്കളും പൊതുവെ നമ്മൾ പൂജയ്ക്കായിട്ട് ഉപയോഗിക്കാറില്ല. അത് ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.